കഴിഞ്ഞ കാലങ്ങളിലെ ഓണാഘോഷങ്ങളുടെ മധുര സ്മരണകളിൽ മുഴുകിയിരുന്ന മാവേലി ഉണർന്നത് ഇന്നത്തെ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകളും ആശങ്കകളുമായാണ്. അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ ഓണം. അതും ഒരു കാലം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ പ്രജകൾ ദുരിതബാധിതരാണ്. പകർച്ചവ്യാധികളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അങ്ങനെ എന്തൊക്കെയോ. ആ അവസ്ഥയിൽ അവരെ ഒരു നോക്കുകുത്തിയായി കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഈ വർഷമെങ്കിലും അവർക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല ദേവി. നാളത്തെ നമ്മുടെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എല്ലാവരും നമുക്കായി കാത്തിരിക്കുകയായിരിക്കും. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. പോകുന്നതിന് മുമ്പ് എന്താ സന്തോഷം, ആഹാ ഓഹോ, എന്നാ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അയ്യോ അമ്മേ. നമ്മുടെ മനസ്സിന്റെ വിങ്ങൽ ദേവി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക? എന്നാ ആ വിങ്ങൽ മാറ്റാൻ നാളെ ഞാനും കൂടെ വരണോ? എന്തായാലും ഇപ്പൊ പോയി വിശ്രമിച്ചോളൂ. ആരെവിടെ? ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല. മഹാരാജൻ കൽപ്പിച്ചാലും ദേവി ഇതൊന്നും കൽപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് പോകുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുട എവിടെ? സാധന സാമഗ്രികൾ എവിടെ? ഓ എന്റെ പൊന്ന് തമ്പുരാനെ, അതാ അടുക്കളയിലെ കണ്ടപൂച്ചയായിരിക്കും. അങ്ങേക്ക് പോകാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോ ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. എന്ത്? അല്ല, തമ്പുരാൻ പോയി ഉറങ്ങിയാലും. നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഭാഗ്യം ദേവി അറിഞ്ഞിട്ടില്ല.